ഒരാഴ്ചയായി അഡ്മിറ്റ് ചെയ്തിട്ട്. വയറുവേദന എന്നും പറഞ്ഞാണ് വന്നത്. ഒന്നും കഴിക്കുന്നില്ല. ചോദിച്ചാൽ ഒന്നും പറയത്തുമില്ല. ഡോക്ടർ രാമേന്ദ്രനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പരമേശ്വരന്റെ നാട് എവിടെയാണ്? പറയൂ, നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് പറയൂ. നാട് എറണാകുളത്തിനടുത്താ. പരമേശ്വരൻ മദ്രാസിൽ വന്നിട്ട് എത്ര നാളായി? കുറെ കാലമായി. നിങ്ങൾക്ക് ഇവിടെ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഭാര്യയുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല. അപ്പോ എവിടെയാ താമസിക്കുന്നത്? ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഈ മുടിയൊക്കെ നമുക്ക് നിറക്കണം. അപ്പോ ഡോക്ടറെ, എന്റെ ആ പോളിസി എന്നേക്കാ മെച്ചറാവുക? അതൊക്കെ ഉടനെ മെച്ചറാവും. അവിടെ പോയി കിടന്നോളൂ. ചെല്. The point is, I don't believe what he says. പക്ഷെ അതുകൊണ്ട് കളവാണ് പറയുന്നതെന്ന് അർത്ഥമാക്കേണ്ട. പക്ഷേ ഡോക്ടർ, ഓർഗാനിക് ഡിസോർഡർ ആണെന്നുള്ളതിന് യാതൊരു ഇൻഡിക്കേഷനും ഇല്ലല്ലോ. Let us study the case some more deep. The case is not very uncommon. He has a past. Yes. May be very interesting. ആളിനെ തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട്, ഐ മീൻ ബന്ധുക്കളാരും കൂടെ ഇല്ലല്ലോ. Yes, sir. അയാളിൽ നിന്ന് മാത്രമേ അയാളുടെ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. True.
ഒരുപക്ഷെ കഴിഞ്ഞ കാര്യങ്ങൾ വളരെ അസഹനീയമായിരുന്നിരിക്കണം. ഇതൊരു ഉദ്രോട്ടമാകാം. Only to start again. No, we should not guess. We may go wrong. Anyway, let us study subconscious mind. യു മീൻ ഹിപ്നോസിസ് ഡോക്ടർ? No, no. Narco analysis. ആ, കിടക്കൂ. എന്നെ എന്തിനാ കുത്തിവെക്കുന്നത്? കുത്തിവെക്കുന്നത് ഇന്നലെ ശരിക്കും ഉറങ്ങിയോ? ഒരുപാട് ഉറങ്ങി. എന്നിട്ട് സ്വപ്നം വലുതും കണ്ടോ? ഇല്ല, സ്വപ്നം കണ്ടിട്ട് ഒരുപാട് നാളായി. തോന്നല കണ്ടു കാണും. ഓർക്കാഞ്ഞിട്ടാ. ഒട്ടും വേദനിക്കില്ല, പേടിക്കണ്ട കേട്ടോ. ഒട്ടും വേദനിക്കില്ല. ഉം. നൂറ് മുതൽ കീഴ്പോട്ടൊന്നെണ്ണു. 99, 98, അങ്ങനെ. 99, 98, 99. പരമേശ്വരൻ, പരമേശ്വരൻ ഉറങ്ങിയോ? ഉറങ്ങരുത്. പരമേശ്വരൻ അതല്ലേ നിങ്ങളുടെ പേര്? എന്റെ പേര് അല്ല, എന്റെ പേര് ഗോപിൻ, ഗോപിനാഥൻ നായർ. PS ഗോപിനാഥൻ നായർ. എന്താ ഗോപിനാഥൻ നായരുടെ ജോലി? I am a doctor. I am a doctor. Doctor. ഡോക്ടറോ? എവിടെയാ പ്രാക്ടീസ് ചെയ്തിരുന്നത്? കൊല്ലത്തിനടുത്താ. എവിടെയാ ഗോപിനാഥൻ നായരുടെ വീട്? തിരുവനന്തപുരത്താ. ഡോക്ടർ കല്യാണം കഴിച്ചിട്ടില്ലേ? മിസ്റ്റർ ഗോപി, പറയൂ, തുറന്നു പറയൂ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചോദിക്കുന്നത്. ഒന്നും ഒളിച്ചു വെക്കരുത്. ബി ഫ്രാങ്ക്. Why should I hide anything? എനിക്ക് ഒളിക്കാനൊന്നുമില്ല. Nothing. എന്നാൽ പറയൂ, നിങ്ങൾക്ക് ഭാര്യയില്ലേ? ഉണ്ട്. എത്ര കുട്ടികളുണ്ട്? കുട്ടികളില്ല. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞിരിക്കും. ഗുഡ്. നൗ വാസ് ഇറ്റ് എ ഹാപ്പി മാരേജ്? ഹാപ്പി ഹാപ്പി. ടെൽ മീ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹമായിരുന്നു? യെസ്. പക്ഷേ കം ഓൺ, പറയൂ. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. പറയാം, എല്ലാം പറയാം, എല്ലാം. സുമിത്ര വകയിൽ എൻ്റെ ഒരു അമ്മാവൻ്റെ മകളായിരുന്നു. മീൻസ് മുറപ്പെണ്ണ? യെസ്. 73 ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം.
എന്താ ഇത്ര വലിയ ആലോചന? ആരെ പറ്റിയാ? എന്താ? പോ. ഇവിടെ എത്ര വയില്ല? 30-32 കാണും. ബൈദിവേ ഗോപി ഡ്രൈവിംഗ് പഠിക്കണം. അടുത്ത വർഷം ഒത്താൻ എനിക്കൊരു ഫിയറ്റ് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് തരും. പുതിയ മരുമകനോട് എന്തൊരു വാത്സല്യം. ഡ്രൈവിംഗ് അറിയാവുന്ന ഈ ഉള്ളവൻ നടന്ന് നടന്ന് ചെരുപ്പ് തേയുന്നു. ഞാൻ എന്തിനാണ് ഇയാൾക്ക് കാറ് വാങ്ങിത്തരുന്നത്? ഇയാളുടെ തന്ത വിചാരിച്ചാൽ ഇയാൾക്കൊരു ബസ് വാങ്ങിത്തരാമല്ലോ. അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ ഇതെല്ലാം വാരിക്കൂട്ടുന്നത്? എവിടെയാ ഇതെല്ലാം വച്ചിരിക്കുന്നത്? ബാത്റൂമിലാണെന്ന അമ്മ പറയുന്നത്. ഒരു ദിവസം ഞാനൊരു വാരു നിങ്ങളെ കൊണ്ടവനെ കൊള്ളും. അവനൊക്കെ കുറച്ച് മിടുക്ക് വേണം. നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പോരെ? നിനക്ക് പണ്ട് മിടുക്ക് കുറെ കൂടുതലാ. ആ പെണ്ണെവിടെ? പോകണ്ടായോ അവക്ക്? പുളി കഴിഞ്ഞില്ലെന്നാ തോന്നുന്നേ. പോകാൻ തീരെ മനസ്സില്ല. അത് കൊള്ളാം. സുമിത്രേ, അല്ല, ഈ സിഗരറ്റ് കുറച്ച് വലിച്ചാ പോരെ? ഈ സിഗരറ്റ് ചുവയും ഒക്കെ എന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗങ്ങളാണ്. ഈ പത്രം നിന്റെ ഭർത്താവിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ലേ? അല്ലടോ, തന്റെ ഒരു വായന. നീ എന്താ പോകുന്നില്ലേ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരേച്ചാ? പോരാ, ഇന്ന് തന്നെ പോകണം. അവന്റെ അമ്മ അവിടെ എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുക, മരുമോള് വരുന്നത് കാത്ത്. അവിടെ ഒരു സൗകര്യം ഇല്ല. കക്കൂസി പോണേ 1 മൈൽ നടക്കണം. എനിക്ക് വയ്യ. അധികം കൊഞ്ചരുത് കേട്ടോ. പോയി ഡ്രസ് ചെയ്യ്. ഗോപി ജോലി സ്ഥലത്തെത്തുമ്പോ ഞാൻ കല്യാണി അയക്കാം. സുമിത്രയ്ക്കൊരു സഹായമാകും. ഷീസ് എ വണ്ടർഫുൾ കുക്ക്. എന്താ പൊച്ചൂടെ കല്യാണിക്ക്? പിന്നെന്താ, എവിടെയായാലും എനിക്കൊരുപോലെയാ. ഗോപി, അവൾക്ക് ലോകപരിചയം കുറവാണ്. നിനക്കൊന്നും തോന്നരുത്. വീടെടുത്തു. കാറ്റുണ്ടപ്പോ ഒരു സുഖം. അല്ല, നിങ്ങൾ രണ്ടുപേരും വേറെ വഴിക്ക് പോയെന്നല്ലേ വിചാരിച്ചു. ഞങ്ങൾ കാത്തിരുന്ന് നടു കുഴഞ്ഞു. ഇറങ്ങാനത്തിരി ആവശ്യം വരുമ്പോ നന്നായി. കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു കേട്ടു. കാലത്ത് എന്ത് കഴിച്ചു? കാപ്പി കഴിച്ചിട്ടാ വന്നത്. ദേപ്പെട്ടി ഇങ്ങോട്ട് വെച്ചോളൂ.
സമയം പോകണമെങ്കിൽ പോയിട്ട് ചെന്നാവെന്ന അച്ഛൻ പറഞ്ഞത്. ഈ നാട്ടിൻപുറത്ത് എന്തിനാ കാറ്? വർഗീസ് തിരിച്ചു പോയിക്കോളൂ. ശരി, ഊണ് വെച്ചിട്ട് പോകാവേ. സുമിത്ര എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആ സാരിയൊക്കെ ഒന്ന് മാറും. വേണമെങ്കിൽ ഒന്ന് കുടിച്ചോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എന്താ? എനിക്കൊന്നുമില്ല. ഞാനൊന്ന് കുളിക്കാൻ പോ. നമ്മൾ എന്നാ ഹണിമൂണിന് പോകുന്നേ? ഓഹോ, ഹണിമൂണിന് പോകാത്തതുകൊണ്ടാണോ നിനക്കൊരു വല്ലായ്മ പോലെ? എനിക്ക് 3 ദിവസത്തെ ലീവേ ഉള്ളൂ. ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഒരാഴ്ച നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇവിടെ വന്നിട്ട് ഒരു സുഖവും തോന്നുന്നില്ല, ശ്വാസം മുട്ടുന്നത് പോലെ. നോക്ക്, എനിക്കറിയാം നിന്റെ മനസ്സിലെന്താണ്. ഒന്ന് കുളിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. എനിക്ക് വയ്യ, ഇനി കയറാൻ. എങ്ങോട്ടായി പോകുന്നേ? ഇനി കുറച്ചേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇറങ്ങിയാൽ മതി. അതെ അതെ, ഈ കല്ലും മുള്ളും ചവിട്ടി അവിടെ ചെന്ന് എന്ത് കാണാനാ? കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പലതും കാണാം. നീ വാ, ഞാൻ വീട്ടിലുള്ളപ്പോൾ എന്നും ഇവിടെ വന്നിരിക്കും. ആ, എന്താ ഗോപാല, കല്യാണമൊക്കെ ആയിന്ന് കേട്ടു. ഇതാണ് ഭാര്യ. കണ്ടില്ലേ, ഇവിടെ വരെ കയറിയപ്പോഴത്തേക്കും അണയ്ക്കുന്നു. ടൗണിലുള്ളവരല്ലേ, മലയൊന്നും കയറി പരിചയം കാണില്ല. പിന്നെ നേരെ സന്ധ്യയാകാറായി, അധികം ദൂരമൊന്നും പോണ്ട. ഇവിടെ വന്നിരിക്കും. വീട്ടിൽ വന്നിട്ട് നീ എന്താ ആരോടൊന്നും മിണ്ടാത്തത്? ഇഷ്ടപ്പെടാൻ കഴിയാത്തത് പലതും കണ്ടേക്കും. അതുകൊണ്ട് അനിഷ്ടമൊന്നും പ്രകടിപ്പിക്കരുത്. കുറച്ചൊക്കെ അഭിനയിക്കാനും പഠിക്കണം. അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നീ ജനിച്ചപ്പോൾ മുതൽ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നാണ് അവർ. ഗോപി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ എനിക്കും അറിഞ്ഞുകൂടെ? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനും ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നതാ. ഗോപി അത് ഓർത്തില്ല. ഞാനൊരു ദുർബലൻ. സ്നേഹം നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വേണ്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. എനിക്ക് കേൾക്കുകയും വേണ്ട. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എന്റെ കൈപിടിച്ച് നോക്ക്. യു ക്യാൻ ഫീൽ ഇറ്റ്. ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോയേനെ. 1 hour കഴിഞ്ഞ് കാണും കോളേജില്.
ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ നവവധു. കൂടുതലൊന്നും സംസാരിക്കണ്ട. നീട്ടിപ്പിടിച്ച എഴുത്തും ഇൻവിറ്റേഷൻ വെച്ചിട്ട് നീ ഒന്ന് വന്നത് കൂടില്ലല്ലോ. എനിക്ക് മനസ്സിലായിരുന്നു. എക്സാമിനേഷൻ ആയിരുന്നടി സുമിത്രേ. അവധി കിട്ടാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, റോസി ചെറിയാൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരേ റൂമിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഒരു കോളേജ് പഠിപ്പിക്കുക. കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല പരിചയമാ. ഇവളെന്നെ കുറെ ബോർ അടിച്ചതാ. വാ വാ വാ, അകത്ത് വാടി, ഒന്ന് വീടൊക്കെ കാണു. വാ വാ വാ. ആ സുമി, ഇന്ന് നിന്റെ ഫാദർ ഇവിടെ വന്നിരുന്നു. ഒരുപാട് ഫർണിച്ചറും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഭാഗ്യവതി. അച്ഛൻ എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. വരുമെന്നൊന്നും പറഞ്ഞില്ല. ആരെയാ? കല്യാണി അമ്മയോ? ഓ, സർവന്റാ. ആ, അവരെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരാഴ്ചക്കകം. ഓ, സോ ബ്യൂട്ടിഫുൾ. നോ സുമി, ഡൈനിങ് ഹാൾ, ഇത് കിച്ചൺ. ബെഡ്റൂം. ഞാൻ വളരെ നിർബന്ധിച്ച് ഡാഡിക്ക് എഴുതിയിട്ടാ വീട് നിങ്ങൾക്ക് തന്നത്. ആർക്കും വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്നാ ഡാഡി പറഞ്ഞിരിക്കുന്നത്. റോസിയുടെ ഫാദറും ബ്രദറും സിംഗപ്പൂരിലാ. No, no, no. My brother is here. You don't know that? അവൻ കഴിഞ്ഞ ഡിസംബറിൽ വന്നു. He's upstairs. മോഹൻ, മോഹൻ. ഐ എം മോഹൻ. ഗോപി, മിസസ് ഗോപി. സോറി, ഞാൻ ബാത്റൂമിലായിരുന്നു. ആ, നീ ഇവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ സഹായിക്കേ. ഞാൻ പോവുക. ഐ എം വെരി ലേറ്റ്. മോഹൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. എന്ത് ബിസിനസ്? ചെറിയ കോൺട്രാക്റ്റും പറ്റും. ഓഫ് കോഴ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. വാ, പെട്ടി എടുത്തു വയ്ക്കാം. ആ, ഞാൻ പോകുന്നു. 4 മണിക്ക് വരാം. നിന്നെ ഞാനിന്ന് ഉറക്കത്തില്ല. നോക്കിക്കോ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പോട്ടടി. ആ, എനിക്കിതേലും ഇറങ്ങാമല്ലോ. എന്നെ സെന്റ് ജോസഫ് കോളേജിന്റെ അവിടെ നിന്ന് വിട്ടേക്കാമോ? ഇവിടെ അടുത്താ. അതിനെന്താ, കേറിക്കാട്ടെ. നിനക്ക് ബുദ്ധി പണ്ടേ ലേറ്റാണല്ലോ. ഓടി. ഹലോ. എത്ര നേരമായി ബെല്ലടിക്കുന്നു? മുറിയിലില്ലായിരുന്നോ? ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്. എന്താ വിശേഷിച്ച്? എത്ര നേരമായി ഇങ്ങനെ തനിയായിരുന്നു ബോറടിക്കുന്നത്? എപ്പോഴാ വരുന്നത്? എന്നും വരുന്ന സമയത്ത് വരും. ദൈവമേ, ഇനിയും 3 മണിക്കൂർ കഴിഞ്ഞോ? എന്നെ കൊണ്ട് വയ്യ. ഞാൻ പോവുക എവിടെയെങ്കിലും. അത് കൊള്ളാം. എവിടെയാ പോകുന്നത്? എവിടെയെങ്കിലും പോവും. നോക്കിക്കോ. എത്ര നേരമായി ഇങ്ങനെ അടച്ചുപൂട്ടി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? റോസി വന്നില്ലേ കോളേജിൽ നിന്ന്? അവള് വരുമ്പോ 5 മണി കഴിയും. അവൾ അവളുടെയൊക്കെ സൊള്ളി നടക്കും. സമയം കളയാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. അവിടെ മെഡിക്കൽ എൻസൈക്ലോപ്പീഡിയ ഇരിപ്പുണ്ട്. അതിന്റെ 6th വോളിയം എടുത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ വായിച്ചോണ്ടിരിക്കും. ഞാൻ 7 മണിക്ക് വരാം. ഓക്കെ? പേഷ്യന്റ് ഈസ് വെയിറ്റിംഗ്. വെക്കട്ടെ? എനിക്കിപ്പോ മദറും ചൈൽഡും ഒന്നും വായിക്കണ്ട. നമ്മൾ എപ്പോഴാ കോവളത്ത് പോകുന്നത്? പോകാമെന്ന് പറഞ്ഞില്ലേ? ഉടനെ അവധി എടുക്കുന്നത് ശരിയല്ല. കുറച്ച് ദിവസം കഴിയട്ടെ, നമുക്ക് പോവാം. എപ്പോ പറഞ്ഞാലും ഇത് തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. See, you are taking a lot of my time. ഞാൻ വന്നിട്ട് സംസാരിക്കാം. കല്യാണി അമ്മ എപ്പോ വന്നു? 6 മണിന്റെ ബസ്സിന്. സുമിത്ര എവിടെ? മോളത്തെ കുഞ്ഞിന്റെ കൂടെ പുറത്തേക്ക് പോയിരിക്കാം. എപ്പോ? കുറച്ചു നേരമായി പോയിട്ട്. ഉടനെ വരാമെന്ന് പറഞ്ഞു. കുടിക്കാൻ എന്താ വേണ്ടത്? വെള്ളം മതി. സുമിത്ര കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലാൻ. വീട്
ഭർത്താവ് ഉള്ളതും ഇല്ലാതും ഒരുപോലെയാണ്. അതെന്താ? 8 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട്. ഇപ്പൊ വേറെ കെട്ടി താമസിക്കുക. ഓഹോ. സുമിത്രയുടെ അച്ഛൻ കല്യാണിയമ്മയ്ക്ക് എന്ത് തരുമായിരുന്നു? അതൊന്നും കുഞ്ഞറിയണ്ട, ഇഷ്ടമുള്ളത് തന്നാ മതി. സുമിത്ര കുഞ്ഞ് വരുന്നുണ്ട്. അയ്യോ, വന്നിട്ട് കുറെ നേരമായോ? ഞാനൊരു പ്രഷർ കുക്കർ വാങ്ങിച്ചു. കല്യാണിയൊക്കെ വന്നു, കണ്ടായിരുന്നോ? ചുമ്മാ വരുന്ന ബോൾ അടിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചോണ്ട് പോയതാ. അയ്യോ വേണ്ട, ഇനി ഞാൻ പോവാ. ഇനി ഇവിടെ ഇരുന്ന ഇവളെന്നെ അടിച്ചു ഓടിക്കത്തില്ലയോ? ഇല്ല, ഇത് കൊണ്ടുപോയി അടുക്കളയിൽ വെക്കും. ആ, ഡോക്ടർ സാറിന്റെ ഭാര്യയുടെ ഒരു രോഗം ഞാനിന്ന് കണ്ടുപിടിച്ചു. ചികിത്സ അല്പം എക്സ്പെൻസീവാ. ആ, കുറെ അകലെ എവിടെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. കോവളാണെന്ന് തോന്നുന്നു അവളുടെ മനസ്സിലുള്ളത്. അത് ശരി. രോഗം ഞാൻ നേരത്തെ കണ്ടുപിടിച്ചതാ. മറ്റുള്ളവർ കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വെച്ചുകൊണ്ടിരിക്കുന്ന ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. ഉടനെ തന്നെ കൊണ്ടുപോയിക്കളെ. എന്താ പോരെ? ഹണിമൂണിന് പോകുന്നില്ലെന്ന് നാട്ടുകാരുടെ കംപ്ലൈന്റും തുടങ്ങിയോ? ഓ, ഞാൻ ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല. ഉടനെ പോകുമെന്ന് വെറുതെ ഞാൻ അവളോട് പറഞ്ഞതാ. പിന്നെ എന്റെ കൂട്ടുകാരികളൊക്കെ കല്യാണം കഴിഞ്ഞ് എവിടേക്കാ പോയതെന്നറിയാമോ? ബെക്ക് ബാംഗ്ലൂരില്, സതി ഊട്ടിയില്, പിന്നെ കുസുമ ഇംഗ്ലണ്ടില്. ഇതൊക്കെ ഇന്നലെ രാത്രിയിലും പറഞ്ഞല്ലേ? ഗോപിക്ക് എന്താ ഇത്ര മടി എവിടെയെങ്കിലും പോകാൻ? ഇതൊക്കെ എങ്ങുമില്ലാത്ത കാര്യങ്ങളാണോ? നീ ഒരു മണ്ടിയ. എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചല്ലേ. നീ വീട്ടിൽ തന്നെ ആയാലെന്താ? എനിക്കെങ്ങും പോണ്ട. മിസ്റ്റർ ഗോപി എന്താ ഹണിമൂണിന് പോകുന്ന കാര്യം എതിർത്തത്? എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ അതൊരാവശ്യമായി തോന്നിയില്ല. ഭാര്യയെ തൃപ്തിപ്പെടുത്താനെങ്കിലും പോവാമായിരുന്നില്ലേ? പോയി, അതിനുവേണ്ടി മാത്രം പോയി. അവിടെ റൂമില്ല, നമുക്ക് വേറെ നോക്കാം. ഓ, This is the season. All rooms are booked in advance. അറ്റ്ലീസ്റ്റ് ഫോർ 1 day. Sorry, sir. നേരത്തെ എഴുതി റൂം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. വരൂ, തിരിച്ചു പോവാം. നീ മിണ്ടായിരി, ഇവിടെ വേറെ ഹോട്ടലുണ്ട്. റൂം വേണോ സാർ? No, she was with me. അപ്പോ തിരിച്ചങ്ങ് പോയില്ലേ? No, the brother was there. അത് ശരി. Father was there. Very nice people. Yes. You really had a good time. No, that other girl is also there. ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ? സാർ, 2 രൂപയോ സാർ? അത് മതിയടേ, പോ. നീ എന്താ ആലോചിക്കുന്നത്? നമുക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. അത് കൊള്ളാം. നിനക്കായിരുന്നല്ലോ നിർബന്ധം. ഗോപിക്ക് ഒരു താല്പര്യവുമില്ലേ? നിന്റെ താല്പര്യമല്ലേ എന്റെ താല്പര്യം. ഇതെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയല്ലേ? എനിക്കറിയാം, ഇതൊരു തരം പകരം വീട്ടല. ആഗ്രഹിച്ചത് നടക്കാതെ പോയത് ഞാൻ കാരണമല്ലേ? അതിനുള്ള പകരം വീട്ടല. നോക്ക്, പകരം വീട്ടലിന്റെ സ്വഭാവമല്ല. ഒരാളുടെയും മനഃപൂർവ്വം ഞാൻ വേദനിപ്പിക്കാറില്ല. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അശ്രദ്ധ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് കാര്യമാക്കരുത്. പിന്നെ പഠിച്ചിരുന്ന കാലത്തൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയതുകൊണ്ട് ഇനിയും സ്നേഹിക്കാൻ കഴിയില്ലെന്നും വിചാരിക്കരുത്.
ഇതാര് പഠിപ്പിച്ചു? ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണം. തണുപ്പിന് നല്ല ഹാവ് എ ലിറ്റിൽ. നിന്റെ അച്ഛൻ ദിവസവും കുടിക്കാറില്ല. അതിന് ഞാനും കുടിക്കണോ? വേണ്ട, ഐ വോണ്ട് കമ്പൽ. നീ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്. എനിക്ക് എന്റെ മുഖം കാണണം. എന്തെങ്കിലും പറ. ഞാനൊന്ന് മയങ്ങാൻ പോവാ. വല്ലാത്ത ക്ഷീണം. സുമിത്രേ, എനിക്ക് നിന്നോട് എന്തൊക്കെയോ പറയണം. യു ആർ ഡ്രങ്ക്. നാറുന്നു. ഞാൻ നമ്മുടെ മോനെ എന്താ പേരിടാൻ പോകുന്നറിയാം? എന്തുവാ? കുട്ടിച്ചാത്തൻ. തേങ്ങാക്കൊല. ഇവിടെ ആർക്കും ഇപ്പൊ മോനും മോളും ഒന്നും വേണ്ട. കുറെ നാളത്തേക്കെല്ലാം സാധാരണ പോലെ തോന്നി. ഡാഡി, ഡാഡി, ഡാഡി. ഗോപിയില്ലേ? ഉണ്ട്. ആ, ഉണ്ടോ? ഗോപി ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഓ, ഇന്ന് സൺഡേ ആണല്ലോ. അച്ഛൻ വരൂ, ഇരിക്കൂ. അന്ന് വന്നപ്പോഴേ ഈ വീടൊക്കെ ശരിക്കൊന്നും കണ്ടില്ല. അച്ഛൻ വരും വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്ര ദിവസം കാത്തിരുന്നെന്നറിയാമോ? ഈ ഡൈനിങ് ടേബിളിന് എന്ത് വിലയായിട്ട് അറിയാമോ? 1200 രൂപ. ഓ, ഈ ഫർണിച്ചറിന്റെ ഒക്കെ ഒരു വില. എന്താ കല്യാണി, എന്റെ പിള്ളേർക്ക് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ടോ? എന്റെ മോൾ ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു. ഓ, ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ക്ഷീണിച്ചിട്ടൊന്നുമില്ല. എന്നാലും കല്യാണം കഴിച്ച എല്ലാ പെൺകുട്ടികളും ഒന്ന് നന്നാവുന്നതാ. ആ, അച്ഛൻ എന്താ കുടിക്കാൻ വേണ്ടത്? ഇവിടെ തണുത്തൊന്നുമില്ല. കാപ്പി കൊണ്ടുവരട്ടെ? ഇവിടെ ഫ്രിഡ്ജില്ല അല്ലേ? നിങ്ങൾക്ക് വല്ലപ്പോഴും വീട്ടിലേക്കൊന്ന് വന്നുകൂടെ? സമയം കിട്ടാറില്ല. ഒരിടത്ത് വിളിച്ചാലും പോകാറില്ല അച്ഛാ. എപ്പോഴും ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് നടപ്പാ. അത് പിന്നെ അവന്റെ ജോലിയല്ലേ. പക്ഷെ അതുകൊണ്ട് മറ്റൊന്നിനും സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നത് തെറ്റ്. ഓൺലി ബിസി പീപ്പിൾ ക്യാൻ ഫൈൻഡ് ടൈം. ഒന്ന് ഷോപ്പിങ്ങിന് വിളിച്ചാൽ കൂടെ വരത്തില്ല. മടിയാ. ചോദിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. നിനക്ക് പണത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിന്റെ ശമ്പളം എത്രയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ അത് മതി. നീ അമ്മയ്ക്ക് പണം അയക്കാറില്ലേ? ചിലപ്പോഴും. ചിലപ്പോൾ പോരാ, എല്ലാ മാസത്തിലും അയക്കണം കേട്ടോ. ഞാൻ പോകുന്നു. പറഞ്ഞത് കേട്ടല്ലോ. എന്തുവാ? വീട്ടിലേക്ക് വരണമെന്ന്. ഇടടി. നീ കളി.
എന്താ ഡോക്ടർ സാർ ഒരു കൈ ഇരിക്കുന്നോ? ഇല്ല, എനിക്കൊന്ന് കുളിക്കണം. കല്യാണിക്കാ, ബാത്റൂമിൽ വെള്ളമുണ്ടോ നോക്ക്. സോപ്പും ടവലും എടുത്തു കൊടു, കുളിക്കണമെന്ന്. എന്താണടി കളിക്കാനൊരു മടി? ഊണിനെന്താ കറി? മീൻ വല്ലതും കിട്ടിയോ? നല്ലതൊന്നും കിട്ടിയില്ല, ചാളയാ. കല്യാണമ്മയുടെ ചാളക്കറി അസരല്ലേ, പിന്നെന്താ? ഞാൻ സുമിത്ര കുഞ്ഞിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, അത് പറഞ്ഞു എന്തോ. എന്താ, പണം വല്ലതും വേണം? എനിക്ക് വീട് വരെ ഒന്ന് പോണം. 11-ാം തീയതി എന്റെ ഒരു അനന്തര പയ്യന്റെ കല്യാണമാ. എന്നാ പോകേണ്ടത്? 3-4 ദിവസത്തിനകം പോണം. പോയാ പിന്നെ 10 ദിവസം കഴിഞ്ഞേ വരൂ. അത് സാരമില്ല, പോയിക്കൊള്ളൂ. വന്നിട്ടിപ്പോ 4-5 മാസമായില്ലേ, കുറച്ച് ദിവസം അമ്മ വന്ന് താമസിക്കും. കുറെ നാളുകളായിട്ട് അമ്മയെ ഒന്നുകൊണ്ട് താമസിക്കണമെന്ന് വിചാരിക്കാം. നീ എവിടെ പോയി കിടന്നു ഇതുവരെ? ഞാൻ ഇന്നൊരു ഉഗ്രം ബിസിനസ് ചെയ്തു. ഇതുവരെ ഉള്ളതിൽ ഉഗ്രൻ 1.5 ലക്ഷം. അപ്പോഴേ നമുക്കിന്നും സെലിബ്രേറ്റ് ചെയ്യണം. എന്ത് പറയുന്നു മിസ്സസ് ഗോപി? ആയിക്കളെ. ഗോപി എന്താ ഇതിനകത്ത് കയറി വിളിച്ചിരിക്കുകയായിരുന്നു? ഞാനൊന്ന് കുളിക്കായിരുന്നു. ഈ നാളെ ഇത്തിരി ഹാപ്പിയാ. 1.5 ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്തെന്നൊക്കെ പറയുന്നു. ദൈവത്തിനറിയാം. ഇറ്റ്സ് എ ഫാക്ട്. ഗോപി, നമുക്കിന്നൊന്ന് ആഘോഷിക്കണം. ഐ വിൽ ഇൻവൈറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മേനോൻ ഓൾസോ. ഏത് മേനോൻ? നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേനോൻ. ആള് വളരെ രസികനാ. നമുക്ക് ഇവിടെ തന്നെ ആയിക്കളയാം. ചാപ്പാടൊക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇപ്പൊ ഈ രാത്രിയിൽ ചാപ്പാട് ഉണ്ടാക്കാൻ പോവാ. നമുക്ക് ഇവിടെ ഉള്ളതും അവിടെ ഉള്ളതും കൂടെ മിക്സ് ചെയ്യാം. നീ എന്തെങ്കിലും ചെയ്യും. ഐ വിൽ കം വിത്തിൻ 10 minutes. ഓക്കെ. നീ പോയി അവരെ വിളിക്കും. എനിക്ക് അന്നേ അറിയാമായിരുന്നു അത് നിങ്ങൾ കുറച്ചത് തന്നെയെന്ന്. അല്ല, ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് വരെ നടക്കാതിരുന്നിട്ടുണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്. ഞാൻ പറയുന്നത് യങ് പീപ്പിൾ മസ്റ്റ് കം ഇൻടു ദ ബിസിനസ്. അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ദ വേ ഞാൻ മോഹനെ സഹായിച്ചത്. അല്ല കേട്ടോ ഗോപി, സം ഓഫ് ദീസ് ഓൾഡ് ബാസ്റ്റേഴ്സ് ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ. പണം പെരുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ട പണം നടിക്കില്ല. വല്ലതും കഴിക്കണ്ടേ? കഴിക്കാൻ എന്താ ധൃതി? മിസ്സസ് ഗോപി എവിടെ? ഇങ്ങോട്ട് വരാൻ പറയൂ. വാട്ട് ഈസ് ഷീ ഡൂയിങ് ഇൻസൈഡ്? അവൾ എല്ലാം എടുത്തു വെച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ആരും തിന്നാനല്ല വന്നിരിക്കുന്നത്. വല്ലപ്പോഴുമായി ഇങ്ങനെ 1-2 മണിക്കൂറുകൾ കിട്ടുന്നത്. Let us start. പേരെന്താ പറഞ്ഞത്? റോസമ്മ? റോസി. റോസി, ഇരിക്കൂ. റോസ് ഇവിടെ ഇരിക്കൂ. പ്രസംഗം ഒന്ന് കഴിഞ്ഞോട്ടെ. ഗോപി എന്താ കുനിഞ്ഞിരിക്കുന്നത്? ഉറങ്ങിയോ? ഉണർന്നിരിക്കണം. ഹേ, Yes, I am listening. Yes, he is listening. Yes. no, you are not at all listening. ഒന്ന് വരുന്നേ. ഫുഡ് എടുത്ത് വെച്ചിട്ട് What are you doing inside? ഇവിടെ വന്ന് ഇയാൾ അടുത്തിരുന്നൂടെ? ഇതാ നോക്ക്, ഉറക്കൊന്നും കാണുന്നില്ലേ? ആ കണ്ണൊന്ന് തുറന്നു പിടിച്ചൂടെ? No, I am all right. Yes, he is all right. I like to look at young couples. ഊണെടുത്ത് വെച്ചു നീ വരൂ, അവിടെ ഇരുന്ന് സംസാരിക്കാം. No. ഊണൊക്കെ പിന്നെ. യു മിസ്സസ് കമ്പനി. ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പെഗ് കഴിക്കാമെന്ന് എന്നോട് പ്രോമിസ് ചെയ്യാമോ? എനിക്ക് വേണ്ട. അയ്യോ പ്ലീസ്. You must take it. Please. വേണ്ട. No, please. Take it. You must. എനിക്ക് വേണ്ട. Please. മോഹൻ, നീ ആവശ്യത്തിലധികം കുടിക്കുന്നുണ്ട്. നോക്കിക്കോ, ഞാൻ ഡാഡിക്ക് എഴുതുന്നുണ്ട്. ഞാൻ 4 പെഗ്ഗല്ലേ കുടിച്ചുള്ളൂ. നീ എത്ര പെഗ് കുടിച്ചു? ഇവിടെ വെച്ച് ഒരു പെഗ് കുടിച്ചു, അവിടെ വെച്ച് എത്ര പെഗ് കഴിച്ചു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 പെഗ് കൂടുതൽ കഴിക്കരുതെന്ന്. അറിയാമോ നിനക്ക്? നീ പോടാ. ഒരു ഡാഡിയും 2 മക്കളും. കമോൺ എവരിബഡി, ഊണ് കഴിക്കാം. എനിക്ക് ഊണ് വേണ്ട. എനിക്കും വേണ്ട. അമ്മേ, ആ അച്ചാറാ അലമാരയിൽ ഇരിപ്പുണ്ട്. അത് കുപ്പിയൊടുങ്ങി എടുത്തേരെ. മോളെ, ഞാൻ ആ കൂട്ടാൻ ഉപ്പിട്ടിട്ടുണ്ടോ? ഞാൻ മറന്നുപോയി. ഉണ്ട്, ഞാനങ്ങനെ മറക്കാറൊന്നുമില്ല. അമ്മ ഇരിക്കൂ, ഞാൻ വിളമ്പിത്തരാം. എന്റെ അമ്മ പറയുമായിരുന്നു, എടി, രുചിയുള്ള ഭക്ഷണം വീട്ടിലുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് നേരത്തിന് വീട്ടിലെത്തിക്കോളുമെന്ന്. എത്ര ശരിയാണെന്നറിയാമോ?
5 വർഷമേ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളെങ്കിലും ഒരു നേരം ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അന്നുറങ്ങില്ലായിരുന്നു. ഈ മാലയൊക്കെ വാങ്ങാൻ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി പണം? എടാ, ഞാൻ അത്ര ദരിദ്രവാസിയാണെന്ന് നീ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചാലും ഒരു 5-6 പവന്റെ ഉരുപ്പടിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ആട്ടെ, അവൾക്ക് ആ മാല ഇഷ്ടപ്പെട്ടോ എന്ന് നീ ചോദിച്ചു? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ പറയാമോ? അമ്മ കൊണ്ടുവന്നല്ലേ. ഇത്രയും നാളായിട്ട് നീ എന്തെങ്കിലും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? വന്നിട്ട് നാളായില്ലല്ലോ. എത്ര സാരി വാങ്ങി ചോദിച്ചു? ഓ, സാരി ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ ഏത് പെണ്ണാ തിരിഞ്ഞു നോക്കുന്നത്? മതി മതി. അമ്മ ഇവളെ മീൻ കൂട്ടാൻ വെക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അവള് പെണ്ണല്ലേ, അവള് പഠിച്ചോളൂ. അത് മാത്രം എനിക്ക് വിശ്വാസമില്ല. ആ കല്യാണിയമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനിതിനെ പട്ടിണി കിടന്ന് ചത്തുപോയേനെ. കേട്ടോ മോളെ, അവൻ നിന്നെ കളിയാക്കുക. മോനെ, നാളെ ഇവളെ കൊണ്ട് മീൻ കൂട്ടാൻ വെപ്പിച്ച് നിനക്ക് ഞാൻ തരിക്കും. നോക്കിക്കും. നേരം അങ്ങോട്ട് ഇരുട്ടിയെ തുടങ്ങും. ഒരു ശ്വാസം മുട്ടലും വരും. നാളെ ഞാൻ മരുന്ന് കൊണ്ടുവരാം. 3-4 മാസം ഇവിടെ നിന്ന് അസുഖമൊക്കെ മാറിയിട്ട് പോയാൽ മതി. ഞാനും പറഞ്ഞു, ഞാനിവിടെ താമസിച്ചിട്ടെങ്കിൽ എന്നാ 5-6 തേങ്ങ ഉള്ളത് വല്ലവരും കൊണ്ടുപോകും. വീട് പൂട്ടിയിട്ടാണ് അമ്മ പോകുന്നത്. കൂട്ടാതെ പോരാനൊക്കൂ? ആ തണ്ടാൻ രാമനോട് ദിവസവും വന്ന് നോക്കാൻ പറഞ്ഞേച്ചാ വന്നിരിക്കുന്നത്. മണി 10 കഴിഞ്ഞു. നീ പോയി കിടന്നു, ഞാൻ പിന്നെ വരാം. മോനെ, അവർക്ക് വിശേഷമൊന്നുമില്ലേ? എന്ത് വിശേഷം? ഓ, ഒന്നും അറിയാൻ മേലാത്ത പോലെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ? അത് അവക്കിപ്പോ കുട്ടികളൊന്നും വേണ്ടെന്നാ പറയുന്നത്. കല്യാണം എപ്പോഴാ വേണ്ടേ? വയസ്സായി കഴിഞ്ഞിട്ടോ? അല്ലിത് വേണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുന്ന നമ്മളാണോ? ദൈവമാ. ദൈവത്തിനെ അവൾ ദിവസവും ഗുളികയുടെ രൂപത്തിലാ വിഴുങ്ങുന്നത്. തെമ്മാടിത്തരം പറയുന്നു. അല്ലേ, ഗുളിക പോലും. മോനെ, ജോലി കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് വീട്ടിലെത്തണം. കല്യാണം കഴിഞ്ഞിട്ട് നീ ഒട്ടും നന്നായിട്ടില്ല. ക്ഷീണിച്ചിട്ടേ ഉള്ളൂ. നോക്ക്, തോളത്തെ എല്ലെല്ലാം പൊന്തി. നിനക്കറിയാമോ, ഈ വീട്ടിൽ കാലുകുത്തിയ ആ നിമിഷം എനിക്ക് തോന്നി ഇവിടെ എന്തിന്റെയോ കുറവുണ്ടെന്ന്. സത്യം പറ, നിങ്ങൾ മനസ്സുകൊണ്ട് ഇതുവരെ ഇണങ്ങിയിട്ടില്ലേ? അതൊക്കെ അമ്മയ്ക്ക് ചുമ്മാ തോന്നുക. തോന്നലൊന്നുമല്ല. മനസ്സിൽ തോന്നുന്നത് മറച്ചു വെച്ചിട്ട് മറ്റൊന്ന് പറയുന്നവനാണ് നീ. പറഞ്ഞില്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ അവക്ക് മനസ്സിലായെന്ന് വരില്ല. അവള് ജനിച്ചു വളർന്നതെല്ലാം വേറെ ചുറ്റുപാടില്ല. അതറിഞ്ഞു വേണം എന്റെ മോൻ പെരുമാറാൻ. ലൈറ്റ് എടുത്തിട്ട് നീ ഇങ്ങ് വന്നേ, ഇവിടെ ഇരിക്കും. ഈ അമ്മയ്ക്ക് ഉറക്കവും വരുന്നില്ലേ? ആ പെണ്ണിപ്പോ എവിടാന്ന് നിനക്കറിയാം? ഏത് പെണ്ണ്? കമലം. അവള് ജോലി കിട്ടി മദ്രാസിന് പോയി. അമ്മ എന്തിനാ ഇതൊക്കെ തിരക്ക് നടക്കുന്നു? നീ മനസ്സിന് ശക്തിയില്ലാത്തവനാ. അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. മറന്നേക്കണം. അതുകൊണ്ട് പറഞ്ഞതാ. ചെല്ല്, പോയി കിടന്നുറങ്ങും.
ഹലോ. ആ എന്താ ഉറക്കമായിരുന്നു? അമ്മ എവിടെ? അപ്പുറത്തുണ്ട്. എന്ത് ചെയ്യുന്നു? ഉറങ്ങാണോ? ഞാൻ നോക്കിയില്ല. പോയി നോക്കേ, ഒന്ന് വിളിച്ച്. ഓ, എന്താ ഇത്ര അർജന്റായ കാര്യം അമ്മയോട് പറയാൻ? എന്തൊരു മടിയാ നിനക്ക്. ചെല്ലേ, പോയി വിളിച്ച്. ഫോണോ? അമ്മയോട് ഏതാണ്ട് പറയണമെന്ന്. ആ കേൾക്കുന്നുണ്ട്. ആ ആ ആ അധികം ഇരുട്ടരുത്, നേരത്തെ വരണം കേട്ടോ മോനെ. ആ ആ ആ ആ പറയാം. ഒന്നും വേണ്ട മോനെ. ആ ആ അവനിന്ന് നേരത്തെ വരുമെന്ന്. ഗുഡ് നൈറ്റ്. കുറെ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ, എന്താ പറഞ്ഞേ? അമ്മയ്ക്കും മോനും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയട്ടെ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കുറെയൊക്കെ ചോളരെ ചെയ്യണേ. വയസ്സായ തള്ളയല്ലേ. ഇന്ന് ഞാൻ ഫോൺ ചെയ്തിട്ടേ. കള്ളക്കളി ഞാൻ കളിക്കുന്നില്ല. ആരാ പറഞ്ഞ കള്ളക്കളിയാന്ന്? ആഹാ, നിന്റെ ഉള്ള കളിയൊന്നും വേണ്ട, എല്ലാം എടുത്തോണ്ട് പോയി. നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എവിടെയായിരുന്നു? റോസിയുടെ അടുത്ത്. എന്താ, സുഖമില്ലേ? നത്തിങ് ഈസ് റോങ്. എഴുന്നേറ്റ് പോയി ചോറ് വിളമ്പ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചെല്ല്, അമ്മ വിളമ്പി തരും. നീ ഉണ്ടില്ലേ? ഞാനുണ്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ? സുമിത്രേ, നിനക്ക് എന്ത് പറ്റി? വേണ്ട, ഞാനിവിടെ ഇപ്പൊ ആരുമല്ലല്ലോ, എല്ലാത്തിനും അമ്മയില്ലേ. നോക്ക്, അവരെന്റെ അമ്മയാ. ഈ വീട് മാത്രമേ ഉള്ളൂ അവർക്ക് വരാനും പോകാനും ഒക്കെ. വരരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഊണ് കഴിക്കാൻ വരും, എല്ലാം എടുത്തു വെച്ചു. നീ വാ, വല്ലതും കഴിക്ക്. എഴുന്നേറ്റ് വാ. എനിക്ക് വേണ്ട. സുമിത്രേ, ഒരിക്കൽ നിന്റെ അച്ഛൻ്റെ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ പറഞ്ഞു, വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. പോയ അന്ന് തന്നെ മടങ്ങി പോരുകയും ചെയ്തു. ഒരു ദിവസം പോലും അവിടെ കഴിഞ്ഞുകൂടാൻ എന്നെ അനുവദിച്ചില്ല. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഭാര്യയും അമ്മയും ഒക്കെയാണ്. നിന്റെ വീട്ടിൽ ഞാൻ അമ്മായിയമ്മയാണ്.
നീ ഇത് അവളോട് പറയുകയും പറ്റും വേണ്ട. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ അവൾക്കൊട്ട് മനസ്സിലാകത്തുമില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്. അവള് മണ്ടിയൊന്നുമല്ല. ഇതിലെ മഞ്ഞ ഗുളിക രാവിലെ വൈകിട്ട് ഓരോന്ന് കഴിക്കണം. വെളുത്ത് രാവിലെ മാത്രം. ഞാൻ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോട്ടെ അമ്മേ. ചെന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ. വീടിന്റെ നടവരെ വന്നിട്ട് തിരിച്ചു പോകുന്നു. കേറിട്ട് പോടാ. നിനക്കും അമ്മയെ വിട്ടിട്ട് പോകാൻ ധൃതിയായി. സംസാരിക്കാൻ വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, എനിക്കെല്ലാം പറയണം. കിടക്കും കിടക്കും. എല്ലാം പറയണം. ഡോക്ടർ എല്ലാം കേൾക്കണം. എല്ലാവരും കേൾക്കണം. എല്ലാം പറയൂ, തുറന്നു പറയൂ. ഹോസ്പിറ്റൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു അത്. പകൽ സമയം മിക്കപ്പോഴും ഞാൻ വീട്ടിൽ കാണുകയില്ല. പലപ്പോഴും രാത്രിയിലും ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഒരു ദിവസം ഇന്നെങ്കിലും നേരത്തെ വരാൻ തോന്നിയല്ലോ. എന്തു പറ്റി? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. റോസി നേരത്തെ വന്നു. റോസി വന്നില്ല, മോഹനുണ്ട്. കല്യാണിയൊക്കെ കുറച്ച് കാപ്പി ഉണ്ടാക്ക്. ഇന്ന് നേരത്തെ വന്നതല്ലേ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. ഇന്ന് വേണ്ട, കുളിച്ചിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. ഓ, എത്ര നാളായി ഒരു സിനിമ കണ്ടിട്ട്. നോ, ഐ എം വെരി ടയർഡ്. സുമിത്രേ, ഏത് സിനിമയ്ക്കാ പോകണ്ടേ? 6 മണിക്ക് റെഡി ആയിക്ക്. അച്ഛന്റെ ഒരു എഴുത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? ഗോപിക്ക് വല്ലപ്പോഴും ഒക്കെ അച്ഛനൊരു എഴുത്തെഴുതിക്കൂടെ? നീ എഴുതുന്നുണ്ടല്ലോ, അതുപോലെ. ആ, ഈ ഞായറാഴ്ച നമുക്ക് വീട് വരെ ഒന്ന് പോണം. എന്തിന്? എന്തിനാണെന്ന് വീട്ടിൽ പോകുന്നത്? എത്ര നാളായി ഒന്ന് പോയിട്ട്? ലത ചേച്ചി വന്നിട്ടുണ്ട്. എനിക്ക് ചേച്ചിയെ ഒന്ന് കാണാമല്ലോ. നീ സാരി എടുക്ക്, മണി 6 കഴിഞ്ഞു. എന്റെ വീട്ടിൽ പോകാൻ ഗോപിക്ക് എന്താ എത്ര മടി? എനിക്ക് അവിടെ പോകുന്നത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? അവരെന്ത് ചെയ്തു? അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ അവരോട് ഇത്ര വെറുപ്പ്? എനിക്ക് ആരോടും ഒരു വെറുപ്പില്ല. അവരോടില്ലെങ്കിൽ എന്നോടുള്ള വെറുപ്പായിരിക്കും. നീ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചു. വരുന്നെങ്കിൽ വാ. ഞാൻ വരുന്നില്ല. എനിക്കിപ്പോ സിനിമ കാണണ്ട. നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോവാ. എഴുന്നേൽ, സാരി എടുക്കും. തൊട്ട പോലെ തന്നെ പൊയ്ക്ക എവിടാണെന്ന് വെച്ചാ. മനുഷ്യനായ നന്ദി വേണം. ഊണ് മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ഊണ് കഴിച്ചു. കല്യാണം പോയി കിടന്നോളൂ. കല്യാണിക്കാ, ഇതൊക്കെ എന്തിനാണ് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്? എടുത്തോണ്ട് പോയി കളയരുതോ? എവിടായിരുന്നു രാത്രിയില്? സിനിമയ്ക്ക് പോയി. രാത്രി 2 മണി വരെ സിനിമയായിരുന്നു. മറ്റു പലയിടത്തും പോയി. പഴയ കാമുകിയെ തേടി പോയതായിരിക്കും. അവളിവിടെ അടുത്തെങ്ങുമില്ല.
ഉണ്ടായിരുന്നെങ്കിൽ പോയേനെ. പോകുമായിരുന്നു അല്ലേ? നാണമില്ലല്ലോ മുഖത്ത് നോക്കി പറയാൻ. നടക്കുന്നു ആണാണെന്നും പറഞ്ഞ്. എനിക്കിന്ന് വീട്ടിൽ പോണം. പറഞ്ഞു കേട്ടില്ലേ? നീ പോയിക്കോ. എന്റെ കൂടെ വരണം. എങ്കിൽ നീ ഇന്ന് പോയത് തന്നെ. ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ട, ലീവ് എടുക്കൂ. പോണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാനാ പറഞ്ഞു പോണ്ട. എന്നിട്ട് പറഞ്ഞു. വരുമ്പോൾ ഞാനിവിടെ കാണുകയെന്ന് പറയാൻ വിളിച്ചതാ. ഞാൻ വീട്ടിലേക്ക് പോവുക. അച്ഛനെ കാണണം. തിരിച്ചു വരണോ വേണ്ടയോന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ. ഹലോ ഹലോ. സുമിത്ര കുഞ്ഞു പറഞ്ഞു വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളാൻ. ഞാൻ പറഞ്ഞു കുഞ്ഞു വന്ന് ചോദിച്ചിട്ട് പോകാമെന്ന്. കല്യാണി അമ്മയ്ക്ക് പോണോ വീട്ടിൽ? ഞാൻ പോയാ പിന്നെ ആരാ കുഞ്ഞിന് വല്ലതൊക്കെ അനത്തി തരുന്നത്? ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. അത് വേണ്ട. ഈ പിണക്കൊക്കെ അങ്ങ് മാറി സുമിത്ര കുഞ്ഞ് താനേ ഇങ്ങ് വരും. നോക്കിക്കോ. കല്യാണി അമ്മയ്ക്ക് ആരോടും ഒരു പരാതിയില്ലേ? പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പരാതിയുള്ളൂ. അയ്യോ, എന്ത് പറ്റി? ഞാനൊരു സ്വപ്നം കണ്ട. കുറച്ച് വെള്ളം തരൂ.
ആവശ്യമില്ലാത്ത ഓരോന്ന് വിചാരിച്ചു കിടന്നിട്ടാ. ഇനിയും വേണോ? ഞാൻ നേരത്തെ കിടന്നല്ലേ? ഇപ്പൊ മണി 9 കാണും. അത്രയേ ഉള്ളൂ. കിടന്നുറങ്ങിക്കോളൂ. റോസി ഉറങ്ങിയില്ലേ? സോറി ടു ആസ്ക്, എന്തുണ്ടായി? ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ കല്യാണിയമ്മയാ പറഞ്ഞത്. റോസിക്ക് എന്നോടാണോ സിമ്പതി അതോ സുമിത്രയോടാണോ? ഓ നോ, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ച. നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് എന്ന നിലയിൽ പറയുക, ഈ അടുത്ത കാലത്തായി ഷീ വാസ് നോട്ട് അറ്റ് ഓൾ ദാറ്റ് ഹാപ്പി. അതിന്റെ കാരണം റോസി അവളോട് ചോദിച്ചു? ഇല്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് സുമിത്ര പലതും എന്നോട് പറയാറുണ്ട്. ഐ ഫീൽ എംബാരസ്ഡ് വെൻ ഐ സേ ഇറ്റ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഡോക്ടർ അവളുടെ വ്യക്തിത്വത്തെ മാനിക്കാറില്ലെന്ന്. വെരി സീരിയസ് അലിഗേഷൻ. പിന്നെ വ്യക്തിത്വം ഉണ്ടെങ്കിലല്ലേ മാനിക്കാനൊക്കെ. ഹലോ ഗോപി. ഹലോ. എന്തായിരുന്നു ഡയലോഗ്? വളരെ ബുദ്ധിപരമായിരുന്നു തോന്നി. കല്യാണി അമ്മേ, കുറച്ച് വെള്ളം കൊണ്ടുവാ. വെള്ളം. അമ്മൂരിന്നൊരു കസേര എടുത്തുണ്ടോ? അവിടെ ഇട്. കസേര കല്യാണമ്മയ്ക്ക് ഇരിക്കാനാ.
കുഞ്ഞിരുന്നാ മതി. ഞാൻ അടുക്കളയിൽ ഇരുന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവിടെ ഇരിക്കൂ. എനിക്ക് ആരോടെങ്കിലും അല്പം സംസാരിക്കണം. മടിക്കണ്ട, ഇരിക്കൂ. ഇരിക്കാൻ. നിങ്ങൾ ഊണ് കഴിച്ചോ? ഇല്ല. എന്നും കല്യാണമല്ലേ എന്നെ സെർവ് ചെയ്യുന്നത്. ഇന്ന് ഞാനാ നിങ്ങൾക്ക് ചോറ് വിളമ്പി തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഇത് കുടിക്ക്. കുഞ്ഞ് ബോധമില്ലാതെ സംസാരിക്കുന്നു. ഇതെന്തൊരു കൂത്താണ്? പോകരുത്. ഇരിക്കവിടെ. ഇരിക്കാൻ. ഇരിക്കവിടെ. കുടിക്ക്. കുടിക്കാൻ. കുടിക്കാൻ. പേടിച്ചു പോയി. കുഞ്ഞു പോയതിന്റെ ദേഷ്യം എന്നോട് തീർക്കുകയാണോ? അല്ല, അവൾ പോയതിന്റെ ആഘോഷമാണ്. എന്റെ കൂടെ ആഘോഷിക്കാൻ ഇവിടെ ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ പോയി കിടക്കട്ടെ. ഇരിക്കവിടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയാമോ? ഞാൻ എന്തിനു കള്ളം പറയണം? റോസി ഇല്ലാത്തപ്പോ സുമിത്ര മോളി പോയിരിക്കാറുണ്ട്. ആ കൊച്ചിൻ അവിടെ ഉള്ളപ്പോൾ പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. വർത്താനം മാത്രമേ പറയാനുള്ളൂ, അതോ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്തിനു പോയി നോക്കണം? ഈ വീടൊന്നും മാറണം. ഇത് ഐശ്വര്യമുള്ള വീടല്ല. Yes, speaking. I'm very sorry. I'm having a party here, a very important party. Call Dr. Ramendran, please. ഇവിടെ വേറെ ഡോക്ടർമാരില്ലാത്ത പോലെ. ഞാൻ പോയി കിടക്കട്ടെ കുഞ്ഞെ. തല കറങ്ങുന്ന പോലെ ഉണ്ട്. വരണം വരണം. ഉറക്കം വരുന്നില്ലല്ലേ? ഇരിക്കണം. കഴിച്ചു. അത് സാരമില്ല, ഇനി വേണമെങ്കിലും കഴിക്കും അല്ലേ ഗോപി? നീ എനിക്ക് കഴിക്കാനുള്ള എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി കിടന്ന് പറയും. ഞാനും ഗോപി അപ്പൊ സംസാരിക്കാൻ പോവാം. അതെ അതെ, എനിക്കറിയാം. ഇനി നീ കുടിക്കാറുണ്ടല്ലോ. ആ കുടിച്ചാലെന്താ? എനിക്ക് വേണ്ടിയല്ല, ഗോപിക്ക് വേണ്ടിയാ അല്ലേ ഗോപി? എനിക്ക് എന്ത് പറ്റി? താൻ എന്തെങ്കിലും മിണ്ടായിരിക്കുന്നത്? ഒന്നും പറയണം. കഴിക്കണം. ഒരു 2 പെഗ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. താൻ കേറി വരുന്ന വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി.
ഇപ്പം കഴിച്ചാൽ മതി, ഉറങ്ങാൻ വേണ്ടി മാത്രം. ഒരു ഭാര്യ പോയെന്ന് പറഞ്ഞ് താനെന്തിനാ ഇങ്ങനെ കൂനിക്കൂടിയിരിക്കുന്നത്? തിരിച്ചു വരില്ലേ? അഥവാ ഇനിയിപ്പോ തിരിച്ചു വന്നില്ലെങ്കിൽ എന്താ? ഇതുവരെയാരോടും പറഞ്ഞിട്ടില്ല. 2 വർഷം ഞാനും ഒരു ഭർത്താവായിരുന്നു. കഴിഞ്ഞ വർഷം ഡൈവേഴ്സ് ചെയ്തു. സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി. അവളുള്ളവർക്ക് ജീവിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ നാട്ടിലെങ്കിലും അതൊരു സീക്രട്ടായിട്ട് സൂക്ഷിക്കണമെന്നാണ് ഡാഡിയുടെ നിർബന്ധം. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വീണ്ടും എന്നെ കൊണ്ട് കെട്ടിച്ചാൽ കൊള്ളാമെന്നാണ് ഡാഡിയുടെ മോഹം. കുട്ടികളില്ലേ? കുറെ ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞു. സീഡിമാറ്റത്തെ ഡൈവേഴ്സ് പറഞ്ഞ കാരണം ഞാൻ വിടുവായനാണ്, അവളെക്കാൾ ഇഷ്ടം മറ്റു പെണ്ണുങ്ങളോടാണ്, അങ്ങനെ പലതും. വാസ്തവത്തിൽ ഞാൻ അതൊക്കെ തന്നെയാണ്. അവളെ കെട്ടിപ്പോയെന്ന് വെച്ച് എനിക്ക് അതൊക്കെ അല്ലാതാകാൻ പറ്റും. അത് ഞാനെടുത്ത് വെച്ചോളാം. ഗോവ കിടന്നോളൂ. വേണമെങ്കിൽ ഇവിടെ കിടക്കാൻ ഗോവി, ഈ സോഫയിൽ. വേണം, താഴെ പോയി കിടന്നോളാം. ഗോവി പോ. You are too drunk. Go, Govi. ഗോപി, ഞാൻ എന്തിനാണ് 2 ദിവസം വെയിറ്റ് ചെയ്യുന്നറിയാമോ? നീ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോരുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി നീ വരില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നത്. നീ എന്താ ആലോചിക്കുന്നത്? ഇതൊക്കെ എനിക്ക് മനസ്സിലാകും. ഇതൊക്കെ എല്ലായിടത്തുള്ള കാര്യങ്ങളാണ്. നീ അകത്ത് പോ. ഗോപി ഇരിക്കെ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീ കുടിക്കാറുണ്ടോ? കുടിക്കണമെന്നുള്ളതാണോ എന്റെ പേരിലുള്ള പരാതി? നോ നോ, കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിക്കാത്തവരെ എനിക്ക് പുച്ഛമാണ്. ഞാൻ കുടിക്കും, ദിവസവും കുടിക്കും. നീ വീട്ടിൽ വരികയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒഴിച്ചേരുകയും ചെയ്യും. പിന്നെ
നീ കുടിക്കുന്നു എന്നൊരു പരാതി അവൾ പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്. പിന്നെ എന്താ പരാതി? ഗോപി, നീ എന്റെ അനന്തരവനാണ്. അത് കഴിഞ്ഞിട്ടാണ് നീ എന്റെ മകളുടെ ഭർത്താവായത്. ബട്ട് നൗ ഐ ആം ടോക്കിംഗ് ടു യു ആസ് എ ഫ്രണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ്. നിനക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ. ടെൽ മീ, വാട്ട്സ് റോങ് വിത്ത് യു? ഐ വോണ്ട് ടു നോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവളുടെ വർഷം ഞാൻ കേട്ടു. അവൾ പറയുന്നത് നിനക്ക് അവളോട് സ്നേഹമില്ലെന്നാണ്. ആ, സാരമില്ല, പെണ്ണല്ലേ. ഗോപി, നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല, നിനക്ക് പണത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. സുഹൃത്തേ, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? വാട്ട് യു നീഡ് ഇസ് എ വെക്കേഷൻ. നാളെ രാവിലെ നിങ്ങൾ രണ്ടാളും ചേർന്ന് കന്യാകുമാരിക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ മതി. ഗോപി, നീ നാളെ തന്നെ ലീവ് എടുക്ക്. എനിക്ക് ലീവില്ല. ഞാനും വരുന്നു. നിങ്ങൾ പോയത് അകത്ത് പോ. നീ ഉറങ്ങിയില്ലായിരുന്നു? നോക്ക്, എനിക്ക് നിന്നോട് യാതൊരു വെറുപ്പുമില്ല, സ്നേഹമേ ഉള്ളൂ. നിന്നെ കാണുമ്പോൾ എനിക്കൊരു തരം കുറ്റബോധമാണ്. നീ എന്തിനാ അവിടെ പോയി കിടന്നത്? നീ വരുമെന്ന് കരുതി എത്ര നേരമായി ഞാൻ ഉറങ്ങാതെ കിടക്കുന്നു. കിടന്ന് കിടന്ന് മയങ്ങിയപ്പോ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. കിടക്കൂ.
എന്തോ അസുഖമുണ്ട്. എന്തൊരു ചൂടാ ശരീരത്തിന്. ഒന്നുമില്ല, നിനക്ക് തോന്നുക. അച്ഛൻ ദേഷ്യപ്പെട്ടിട്ടാ പോയതല്ലേ? അച്ഛൻ ആരോടും ദേഷ്യമില്ല. ഉണ്ടെങ്കിൽ എന്നോടേ ഉള്ളൂ. സാരമില്ല, we will be happy. എന്റെ മനസ്സ് പലപ്പോഴും എന്റെ നിയന്ത്രണത്തിലല്ല. എത്ര ശ്രമിച്ചാലും അത് കൈവിട്ടു പോകും. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കാൻ. ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ? കുറെ ദിവസത്തേക്ക് എനിക്ക് തോന്നി എന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ചു. പക്ഷേ അത് താൽക്കാലികമായൊരു തോന്നൽ മാത്രമായിരുന്നു. ഞാൻ സുമിത്രയെ നോക്കി ചിരിക്കുമ്പോൾ അതിലെന്തോ കളങ്കമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ അഭിനയിക്കുകയായിരുന്നിരിക്കണം. വീട്ടിലിരിക്കാൻ എനിക്ക് മടിയായിരുന്നു. ദിവസത്തിലേറിയ പങ്കും മിക്കപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ജോലിയിൽ മുമ്പെങ്ങുമില്ലാതിരുന്ന ഒരു ശ്രദ്ധ. ആശുപത്രിയിൽ കണ്ട മുഖങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം തോന്നി. എന്താ? കറുത്ത വര. യു ആർ ഗെറ്റിംഗ് ഓൾഡ്. ഒരു കണ്ടുപിടുത്തം. ഓരോ പ്രാവശ്യവും ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് തോന്നും ഗോപിയെ ഞാൻ കീഴ്പ്പെടുത്തിയെന്ന്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. ഈ മുഖം എനിക്ക് ഏറ്റവും പരിചിതമായിട്ട് തോന്നുന്നത് ഇത്രയും അടുത്ത് കിടക്കുമ്പോഴാണ്. ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഗോപി എൻ്റെ കൈവിട്ടു പോകുന്നത് പോലെയാണ്. വാക്കുകളുടെ അർത്ഥം എല്ലാവരും ഒന്നുപോലെ മനസ്സിലാക്കിയെങ്കിലെന്ന് പലപ്പോഴും ഞാൻ ആശിച്ചു പോകാറുണ്ട്. ഞാൻ പറയുന്നതല്ല മറ്റുള്ളവർ കേൾക്കുന്നത്.
നീ പറയുന്നത് മുഴുവനും എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ. സുമിത്രി, നിനക്കറിയാം, നീ ഒരുപാട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നാവോ? ഞാൻ മാറിയിട്ടില്ല, ഗോപിയാണ് മാറിയത്. ആലോചിച്ച് നോക്കൂ. എന്ത്? ശരിയാ. ഇങ്ങോട്ട് ചേർന്ന് കിടക്കൂ. എന്നിട്ട് കൊടുത്തില്ലേ? റിജക്ട്? വോമിറ്റ് ചെയ്യുന്നുണ്ടോ? ആ ആ ആ ഇൻ 10 minutes. എന്റെ പേഷ്യന്റ് കോംപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ നോക്കിയിട്ട് വരാം. ഇന്നിനി പോകണ്ട, നാളെ പോയാ മതി. ഈ സീരിയസ് 10 മിനിറ്റേ വേണ്ടൂ. ഞാനാ പറയുന്നത് പോകണ്ടാന്ന്. പോയി നോക്കിയിട്ട് ഉടനെ വരാമെന്നല്ലേ പറഞ്ഞത്? ഗോപി ഇങ്ങ് വന്നേ. ഞാൻ പറയുന്ന കേൾക്കൂ. ഇന്നിനി രാത്രി പോകണ്ട. ഇന്ന് ഏതായാലും ഞാൻ വിടത്തില്ല. നീ എന്തായി പറയുന്നത്? ഞാൻ ഡോക്ടറല്ലേ? വേറെ ഡോക്ടർമാരില്ലേ? ഞാൻ ഫോൺ ചെയ്ത് പറയാം സുഖമില്ല, വരത്തില്ല എന്ന്. നീ എന്തായി കാണിക്കുന്നത്? ഒരിക്കലും ഇല്ലാത്ത പോലെ. ഇതെന്റെ ഒരു വാശിയാ. ഇന്നൊരു ദിവസം ഇവിടുന്ന് പോകാൻ ഒക്കെയല്ല. മാറല്ലേ? മാറല്ലേ? നീ പോണം. എന്നാ പൊയ്ക്കോ. എവിടെ വെച്ചപ്പോ?
കേൾക്കണം, നിങ്ങളെല്ലാം കേൾക്കണം ഡോക്ടർ. പറയൂ, ഞാൻ പറയണോ ഡോക്ടർ? നിങ്ങൾ പറയിപ്പിക്കുന്നില്ലേ ഡോക്ടർ? വിടൂ എന്നെ. ഞാൻ പറയുന്നു ഡോക്ടർ, ഞാൻ പറയുന്നു ഡോക്ടർ. എല്ലാം കേൾക്കണം നിങ്ങൾ ഡോക്ടർ. കേൾക്കണം, എല്ലാം എനിക്ക് പറയണം ഡോക്ടർ. ഗോപി ഈ പട്ടണത്തിൽ തന്നെ വന്നെത്തിയത് കണക്കിലെടുക്കേണ്ട കാര്യമല്ലേ? വേണുവിന് എന്ത് തോന്നുന്നു? യെസ്, അയാളുടെ പഴയ കാമുകി. വെരി ലോജിക്കൽ കൺക്ലൂഷൻ. ഡോക്ടർ, ഐ നോ ദിസ് വുമൺ. എനിക്ക് ഗോപിയുടെ പഴയ കാമുകിയെ അറിയാം. എങ്ങനെ? നീ കണ്ടാൽ തിരിച്ചറിയുമെന്ന് തോന്നുന്നില്ല. നിന്നെയും കണ്ടാൽ തിരിച്ചറിയുകയില്ല. ഗോപി ഇപ്പോൾ പരമേശ്വരനാണ്. വേദന ഉളവാക്കിയ ഭൂതകാലം മുഴുവൻ അയാൾ ഒരു ചെപ്പിലടച്ച് സൂക്ഷിക്കുകയാണ്. ആ ചെപ്പ് തുറന്നാലേ പരമേശ്വരൻ ഗോപിയാവുകയുള്ളൂ. ഗോപിക്ക് എന്താ ഈ മനുഷ്യരോടൊക്കെ ഇത്ര വെറുപ്പ്? അതെന്താ അങ്ങനെ തോന്നാ? ആരുടെയും മുഖത്ത് നോക്കാതെ അങ്ങനെ പോകുന്നത് കാണുമ്പോ തോന്നിയിട്ടുള്ളതാ. പരിചയങ്ങളും ബന്ധങ്ങളും എത്രയും കുറഞ്ഞിരിക്കുന്നല്ലേ നല്ലത്. അതെന്താ? അത് പലപ്പോഴും കടപ്പാടുകൾ ഉണ്ടാക്കും. ഞാൻ പോട്ടെ. പരിചയം കടപ്പാടുകൾ ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ടാണോ? അമ്മയ്ക്ക് സുഖമാണോ? അമ്മയോട് ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞു. എന്തു പറഞ്ഞു? നിന്റെ കത്ത് വന്നപ്പോൾ അത് ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നി വേണ്ടായിരുന്നു. അതെന്താ? കുറെ ശാസിച്ചു, കുറെ കരഞ്ഞു. അവസാനം പറഞ്ഞു ഞാൻ നന്ദിയില്ലാത്തവനാണ്. നിയോഗിനിയായ വരനെപ്പോലെയാണ് ഞാൻ. ബന്ധുക്കൾ വിലക്ക് വാങ്ങിയ വധുവിന്റെ കടം ഒരു ജീവിതകാലം കൊണ്ട് വീട്ടുക. കമലം, എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എനിക്കല്ലേ അത് തോന്നേണ്ടത്? അറിഞ്ഞുകൊണ്ട് നിന്നെ വേദനിപ്പിച്ചത്. ഞാൻ പോകുക. നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. ഒന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിൽ പിന്നെന്തിനാ? നോക്കൂ, ഏറ്റവും അർത്ഥപൂർണ്ണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ നീ എന്റെ അടുത്തിരിക്കുമ്പോഴാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടാൽ മേലാൽ നീ അവനെ കാണരുത്.
മോളെ, ഗോപിയുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അവന്റെ മുറപ്പെണ്ണാണ്. അവരാണ് അവനെ പഠിപ്പിക്കുന്നത്. അവരെ വിവരമറിഞ്ഞാൽ ആ പെണ്ണിനുണ്ടാകുന്ന ദുഃഖം നീ ഒന്ന് ആലോചിച്ചു നോക്ക്. രണ്ടു ദിവസം കണ്ടില്ല എന്നടിച്ച് ഞാൻ നടന്നുപോയി. മൂന്നാം ദിവസം സംസാരിച്ചുകൂടെ? ഞാൻ പോട്ടെ. കോളേജ് അടയ്ക്കാൻ കുറെ ആഴ്ചകൾ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഗോപി എൻ്റെ അടുത്ത് വരികയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കത്തിലൂടെ ഞാൻ അറിഞ്ഞു ഗോപിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന്. Thank you very much. A type of fugue, that is what we call it. Not very uncommon. അസഹനീയമായ വിവാഹ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ അബോധമനസ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഗോപിയെ പരമേശ്വരനാക്കിയത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ഒരു നിമിഷം പോലും ഗോപി വിമോചനായിരുന്നില്ല. അയാൾ ഇവിടെ എത്തിയത് തന്നെ കമല ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. വരൂ. അതൊന്നൊരു കമോ ഇരിക്കൂ. മിസ്റ്റർ ഗോപി, ഓ ഐ എം സോറി, പരമേശ്വരൻ ഈ കമലത്തെ അറിയുമോ? That's all right. കമല ഒരു ഡോക്ടറാണ്. നിങ്ങളൊരു നാട്ടുകാരാണെന്ന് തോന്നി. പരിചയമുണ്ടോ എന്നറിയാൻ ചോദിച്ചതാ. പരമേശ്വരൻ ഈ ആളെ അറിയുമോ? ഞാൻ എവിടെയാണ്? You are in the hospital, Gopi. Relax. Sit down. കമലം,
ഗോപി, ഗോപി അവിടെ നിൽക്കൂ. ഗോപി എങ്ങനെ ഇവിടെ എത്തി? നിൽക്കൂ. എന്ത് പറ്റി മോനെ? വാ.